ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എലമെന്ററി ഓപ്പറേഷൻസ് അഥവാ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിനകത്ത് എലമെന്ററി ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ഇന്റർചേഞ്ച് എനി ടു റോസ് ഓർ കോളംസ് ആർ എലമെന്ററി ഓപ്പറേഷൻസ്. അപ്പോൾ ഇന്റർചേഞ്ച് ടു റോസ് ഓർ കോളംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് പറഞ്ഞാൽ RI ഇന്റർചേഞ്ചസ് ടു RJ, അല്ലെങ്കിൽ കോളം ആണെങ്കിൽ CI ഇന്റർചേഞ്ചസ് ടു CJ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് പിന്നെ നമുക്കത് നോട്ടായിട്ട് എഴുതാം. ശ്രദ്ധിക്കുക, ഇഫ് A കിട്ടി മെട്രിക്സ് 2 3 4 5, ഇവിടെ ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് റോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോയോട് ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ R1 ഇന്റർചേഞ്ചസ് ടു R2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതാണ്: A ഈസ് സെയിം ആസ് R1 ഫസ്റ്റ് റോ എടുത്ത് സെക്കൻഡ് റോ ആക്കുന്നു, സെക്കൻഡ് റോ എടുത്ത് ഫസ്റ്റ് റോ ആക്കുന്നു. സോ 4 5 2 3. ഇനി അതായത് കോളങ്ങളാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ C1 ഇന്റർചേഞ്ചസ് ടു C2 എന്ന് പറഞ്ഞാൽ നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെയായി മാറും. അപ്പോൾ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം ആകും, സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം ആകും. 3 5 2 3. അപ്പോൾ ഇത് രണ്ടും, അതായത് റോ ഇന്റർചേഞ്ച് ചെയ്യുന്നതും കോളം ഇന്റർചേഞ്ച് ചെയ്യുന്നതും എന്നാണ് എലമെന്ററി ഓപ്പറേഷൻസ്. അപ്പോൾ രണ്ട് എലമെന്ററി ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ 6 എലമെന്ററി ഓപ്പറേഷൻസ് ഉണ്ട്, അതിൽ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരെണ്ണം ശ്രദ്ധിക്കുക: RI ചേഞ്ചസ് ടു K ടൈംസ് RI or CI ചേഞ്ചസ് ടു K ടൈംസ് CI എന്ന് പറഞ്ഞാൽ RI എന്ന് പറഞ്ഞ റോ എന്താക്കി മാറി? RI എന്ന് പറയുന്ന റോയുടെ K മൾട്ടിപ്പിൾ, സ്കെലാർ മൾട്ടിപ്പിൾ ആണ്. K ഈസ് എ നോൺ സീറോ നമ്പർ. K നോൺ സീറോ നമ്പർ ആയി, അതായത് ഒരു റോയുടെ കൂടി ആ റോയുടെ തന്നെ നോൺ സീറോ മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നു, അല്ലെ? ഒരു റോയെ ആ റോയുടെ തന്നെ എന്താണ് നോൺ സീറോ മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നതും, അതായത് ഒരു കോളത്തെ ആ കോളത്തിന് തന്നെ എന്താണ് നോൺ സീറോ മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നതും എലമെന്ററി ട്രാൻസ്ഫോർമേഷനിൽ വരും. അതായത് ഇപ്പൊ നമ്മൾ ടോട്ടലി 4 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, R1 ചേഞ്ചസ് ടു 3 times or 2 times or 1/2 times. Now here 3 times R1 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റോയുടെ കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ആക്കി മാറ്റണം. ഇപ്പൊ എന്താവും? ഓരോ എലമെന്റുകളെയും ഫസ്റ്റ് റോയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് 2 into 3 6, 3 into 3 9. സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസം. അതേപോലെ കോളങ്ങൾ. ഇനി വേറെ 2 എലമെന്ററി ട്രാൻസ്ഫോർമേഷനോട് ഉണ്ട്, അതായത് RI ചേഞ്ചസ് ടു RI പ്ലസ് K ടൈംസ് RJ. അതായത് ഒരു റോയുടെ കൂടി മറ്റൊരു റോയുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നോൺ സീറോ മൾട്ടിപ്പിൾ ആണ്, അത് ആഡ് ചെയ്യുന്നത്. അതും എന്താണ്? എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. അതേപോലെ കോളത്തിന്റെ കൂടി മറ്റൊരു കോളത്തിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? മറ്റു 2 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആകെ 6 എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 നമുക്കിപ്പോൾ നോട്ടായിട്ട് എഴുതാം. ഇപ്പോൾ ശ്രദ്ധിച്ച എലമെന്ററി ഓപ്പറേഷൻസ്: ദ ഇന്റർചേഞ്ച് ഓഫ് എനി 2 റോസ് ഓർ കോളംസ്. അത് നമ്മൾ പറഞ്ഞ RI ഇന്റർചേഞ്ചസ് ടു RJ, അതായത് ഒരു പർട്ടിക്കുലർ റോ മറ്റൊരു റോയുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യും. അതുപോലെ കോളത്തെ ഇന്റർചേഞ്ച് ചെയ്യും. അതേപോലെ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. ശ്രദ്ധിക്കുക, ബൈ എ നോൺ സീറോ നമ്പർ. ആ നമ്പർ ഫ്രാക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ഇൻറ്റിജർ ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, എന്തുവാകാം, സീറോ ആയിരിക്കരുത്. അത് നമ്മളെ നൊട്ടേഷൻ സിംബോളിക്കലി നമുക്കത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: RI ചേഞ്ചസ് ടു K ടൈംസ് RI. അതുപോലെ CI ചേഞ്ചസ് ടു K ടൈംസ് CI. Third one, the addition to the elements of any row or column, the corresponding element of any other row or column. അതായത് ഏതെങ്കിലും ഒരു റോയോട് കൂടി
മറ്റൊരു റോയുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ കോളം മൾട്ടിപ്ലൈ ബൈ എ നോൺ സീറോ നമ്പർ, മറ്റൊരു റോയുടെ കൂടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ കൂടി മറ്റൊരു കോളത്തിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്നു. അതായത് RI ചേഞ്ചസ് ടു RI പ്ലസ് KRJ, CI ചേഞ്ചസ് ടു CI പ്ലസ് KCJ. ഇതെല്ലാം എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ പെടും. അടുത്ത ശ്രദ്ധിച്ച്, ഇൻവെർട്ടബിൾ മെട്രിസസ്. If A is a square matrix of order M and if there exists another square matrix B of the same order M such that AB equal to BA equal to I, then B is called inverse matrix of A and is noted by A inverse. In that case A is said to be invertible. ഇത്രേ പറഞ്ഞുള്ളൂ. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ എന്തായിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. അപ്പൊ എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ M, then A is said to be invertible if there exists another matrix B of same order M such that A into B equal to B into A equal to identity matrix. എയും ബിയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ബിയും എയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടണം, ഐഡന്റിറ്റി മെട്രിക്സ്, എയുടെ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് അഥവാ ബിയുടെ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ എന്താണ്, ഇൻവെർട്ടിബിൾ ആണ്. എയുടെ ഇൻവേഴ്സ് ആരാണ്, ബി ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അതായത് ഈ കേസിൽ എയുടെ ഇൻവേഴ്സ് ആരാന്ന് ചോദിച്ചാൽ എയുടെ ഇൻവേഴ്സ് എന്താണ്, ബി. അതായത് എ ഇൻവേഴ്സ് ബി ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, എ ബി ഈക്വൽ ടു എന്തായിരിക്കണം, ബി എ ഈക്വൽ ടു എന്തായിരിക്കണം, ഐ ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായാലും. ഇനി ഇൻവേഴ്സസിനെ സംബന്ധിക്കുന്ന 2 തിയറമുണ്ട്. ആ 2 തിയറം നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാം. ഒന്ന്, യൂണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ്. പറയുന്നത് ദ ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യൂണിക്. അതായത് ഏത് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് യൂണീക്ക് ആയിരിക്കും. അതാണ് സപ്പോസ് എ ഹാസ് 2 ഇൻവേഴ്സ് ബി ആൻഡ് സി, ദെൻ ബി ഈക്വൽ ടു സി. അതായത് എയുടെ ഇൻവേഴ്സ് എന്തായിരിക്കും, യൂണീക്ക് ആയിരിക്കും. രണ്ടാമത്തെ തിയറം പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഇൻവെർട്ടഡ് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ആണെങ്കിൽ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഇതേപോലൊരു ലോ നമ്മൾ ട്രാൻസ്പോസിന് പഠിച്ചതാണ് അല്ലെ, റിവേഴ്സ് ആയിട്ടാണ് ആ ലോ ആക്ട് ചെയ്യുന്നത് അല്ലെ. എ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതുപോലെ ഇൻവേഴ്സിന്റെ ലോയും എന്താണ്, റിവേഴ്സ് ആണ്. എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അടുത്ത ശ്രദ്ധിക്കുക, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലമെന്ററി ഓപ്പറേഷൻസ്. നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷനും തിയറും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഒരു സ്ക്വയർ മെട്രിക്സ് എക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഒരു സ്ക്വയർ മെട്രിക്സ് എ ഉണ്ടെങ്കിൽ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സിസ്റ്റ് ചെയ്താൽ അത് യൂണീക്ക് ആണെന്നും പിന്നെ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുവാണെന്ന് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ എ ഇൻവേഴ്സ് നമുക്ക് എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് എലമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, എലമെന്ററി കോളം ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് അതായത് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതേപോലെ എന്ത് ചെയ്യാം, കോളം ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ആ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ എ നമുക്ക് ഐ എ എന്ന് എഴുതുക. എ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ എന്ന് എഴുതുക. നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സിനെ എ കൊണ്ട് ഗുണിച്ചാൽ എന്ത് തന്നെ കിട്ടുന്നത്, എ തന്നെ കിട്ടും. എന്നിട്ട് സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇതാണ് സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ ഈക്വൽ ടു എന്ന് കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായില്ല. അപ്പൊ എ ഐ എന്ന് എഴുതുക, സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക, എയിലെ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പൊ റൈറ്റ് സൈഡിലെ RHSലെ ഐയില് ഐഡന്റിറ്റി ഐയിലെ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക, എ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ റോ ഓപ്പറേഷൻസ് ഐയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഒരു പുതിയ മെട്രിക്സ് ആയി മാറും. ആ മെട്രിക്സിനെയാണ് നമ്മൾ ബി എന്ന് വിളിച്ചത്. അപ്പൊ എ എന്ന് പറയുന്നതും പുതിയ മെട്രിക്സ് ആയി മാറും. എ എന്ന് പറയുന്നത് എന്തായി മാറും, ഐ. അപ്പൊ എ ഐ ആകത്തക്ക വിധമുള്ള എലമെന്ററി റോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഐ എന്ന് പറയുന്ന മെട്രിക്സിലാണ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് മറ്റൊരു മെട്രിക്സ് ആയി മാറും, അതിനെ ബി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഐ ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലെത്തുന്നു. അങ്ങനെ എത്തിയാൽ നമുക്ക് പറയാം
എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് ബി ആണ്. ഇതാണ് എലിമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന വിധം. അതേപോലെ നമ്മൾ പറഞ്ഞു കോളം ഓപ്പറേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എയെ നമുക്ക് എ ഐ എന്ന് എഴുതും. എന്നിട്ട് പെർഫോം കോളം ഓപ്പറേഷൻസ്. ലെഫ്റ്റ് സൈഡിൽ എക്ക് അപ്ലൈ ചെയ്യാം കോളം ഓപ്പറേഷൻസ്. അതേപോലെ റൈറ്റ് സൈഡിൽ ഐക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്ക് കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നത് എ ഐഡന്റിറ്റി മെട്രിക്സ് ആകത്തക്ക വിധമുള്ള കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഐക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐക്ക് ചേഞ്ച് ഉണ്ടാവും. ആ പുതിയ കിട്ടിയ മെട്രിക്സിനെ ബി എന്ന് വിളിക്കും. അപ്പോൾ ഐ ഈക്വൽ ബി എ വരെയാണ് ബി എ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നിടം വരെയാണ് നമ്മൾ എലിമെന്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐ ഈക്വൽ ബി എന്ന് പറയുന്ന ഇതുവരെ ആ സ്റ്റെപ്പ് വരെ ആയാൽ നമുക്ക് പറയാം എയുടെ ഇൻവേഴ്സ് ആരാണ്, ബി ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായാലും ഒന്നെങ്കിൽ റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്താണ് കോളം ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ഇനി ഇത് നോക്കാൻ കഴിയും. If A is a matrix such that A inverse exists, then to find A inverse using elementary row operations. For that, we first write A equal to IA and apply a sequence of row operations on A equal to IA. ഇതിനകത്ത് sequence of row operations അപ്ലൈ ചെയ്യാം. എവിടെ വരെയാണ് ചെയ്യേണ്ടത്? Till we get I equal to B. A എന്ന് പറയുന്ന മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആവുന്നിടം വരെ നമ്മളത് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പറയാം എ ഇൻവേഴ്സ് എന്താണ്, ബി ആണ്. ഇതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എലിമെന്ററി കോളം ഓപ്പറേഷൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എ ഈക്വൽ ടു എ ഐ എന്നാണ് എഴുതുന്നത്. അവിടുന്ന് സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. എവിടെ വരെ? എ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുന്നത്. അപ്പോൾ എ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുമ്പോൾ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ബി ആയി മാറും. അപ്പോൾ ഐ ഈക്വൽ ടു എ ബി ആകുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം, എലിമെന്ററി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. ഈ കേസിൽ എ ഇൻവേഴ്സ് എന്തായിരിക്കും, ബി ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എലിമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, ബൈ യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽ ടു 1 to 2 - 1. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എലിമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എലിമെന്ററി എന്ത് ഉപയോഗിക്കാം, കോളം ഓപ്പറേഷൻസ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യും. നമുക്ക് ആദ്യം ഇത് റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോളം ഓപ്പറേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കും അല്ലേ. അത് രണ്ടും നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നു, ബൈ എലിമെന്ററി റോ ഓപ്പറേഷൻസ് നമുക്കാദ്യം എ ഈക്വൽ ടു ഐ എ എന്നെഴുതും. എന്ന് പറഞ്ഞാൽ ഏത് പറഞ്ഞ മെട്രിക്സ് ഏതാ, മെട്രിക്സ് 1 to 2 - 1 ഈക്വൽ ടു നിങ്ങൾക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0. നമ്മൾ എ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ഇനി ബൈ സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് മെട്രിക്സിലാണ്, എയിലല്ല. എ അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. നമുക്കറിയാം എ ബി അല്ലെങ്കിൽ ബി എ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോഴാണ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് ഡി വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആകാൻ വേണ്ടത് ഇത് ഈ എൻട്രി 1 ആകുക എന്നുള്ളത് അല്ലേ. ഫസ്റ്റ് എൻട്രി 1 ആണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 താഴെ കിടക്കുന്ന സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എൻട്രി ആയ ഇത് 0 ആകും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് നോക്കാം എന്ത് ചെയ്യണം. ഇപ്പോൾ ഈ എൻട്രി 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിക്കാൻ പാടും. നമ്മൾ പഠിച്ച തേർഡ് എലിമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനെ 0 ആക്കാൻ ഫസ്റ്റ് റോയിലെ 1 ഫസ്റ്റ് റോയിലെ 1ന്റെ ഡബിൾ കുറച്ചാണ്. അതായത് ഇങ്ങനൊരു എലിമെന്ററി ഓപ്പറേഷൻസ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ R2 റോ ഓപ്പറേഷൻസ് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - 2 ആകും. അപ്പോൾ നമുക്ക് ഈ എലമെന്റ് ആണ് 0 ആക്കേണ്ടത്. അപ്പോൾ ഇതിനെ മാത്രമായിട്ട് ആക്കാൻ പറ്റത്തില്ല. ഇതിനെ 0 ആക്കുമ്പോൾ ഈ എലമെന്റിന് ചേഞ്ച് ഉണ്ടാകും, കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാകും. അതായത് ഈ എലമെന്റ് 0 ആക്കാൻ
2-ൽ നിന്ന് വെറുതെ ഒരു 2 കുറയ്ക്കാൻ പാടില്ല. അത് എലമെന്ററി ഓപ്പറേഷൻസ് അല്ല. നമുക്ക് ഈ എലമെന്റ് 0 ആക്കാൻ നമുക്ക് പറ്റുന്നത് എലമെന്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. എലമെന്ററി റോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു റോയുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ റോയുടെ കൂടി മറ്റൊരു റോയുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയ -2 മൾട്ടിപ്പിൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 മൾട്ടിപ്പിൾ കുറയ്ക്കുക. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ റോയിലാണ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ റോ വഴി ഫില്ല് ചെയ്ത് പോകണം. അതായത് ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതുക 1 2. സെക്കൻഡ് റോയ്ക്കാണ് നമ്മൾ ചേഞ്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചേഞ്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? 2 ചേഞ്ചസ് ടു 2 ടൈംസ് ആർ റോ. അപ്പോൾ ആർ റോയിലെ കറസ്പോണ്ടിങ് എലമെന്റ് 1. അപ്പോൾ 2 ചേഞ്ചസ് ടു 2 മൈനസ് 2 0. അതുപോലെ -1 ചേഞ്ചസ് ടു 2 ടൈംസ് 2. 2 times 2 is 4. അപ്പോൾ -1 -4 that is -1. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ എലമെന്റ് ആണ് 0 ആക്കുന്നതെങ്കിൽ ഈ എലമെന്റ് മാത്രമല്ല ചേഞ്ച് ചെയ്യുന്ന, ആ റോയിലെ മൊത്തം എലമെന്റ് ചേഞ്ച് ചെയ്യും. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ മെട്രിക്സിൽ നമ്മൾ ഈ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല. സെക്കൻഡ് റോ 0 ചേഞ്ചസ് ടു 0 മൈനസ് 2 ടൈംസ് 1. 0 മൈനസ് 2 that is -2. അതേപോലെ 1 ചേഞ്ചസ് ടു 1 minus 2 times 0. 2 times 0 is 0. So 1 changes 1 minus 2 times 0. That is 1 into A. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയില്ല. ഇനി ഐഡന്റിറ്റി മെട്രിക്സ് ആകാൻ ഈ എൻട്രി എന്താകും? 1 ആകും. ഈ എൻട്രി 1 ആയതിനു ശേഷം മേളത്തെ എൻട്രി 0 ആകും. അപ്പോൾ ഈ എൻട്രി 1 ആകുന്നതാണ് അടുത്ത ഓപ്പറേഷൻസ്. ഈ എൻട്രി 1 ആകാൻ R2 എന്ന് പറയുന്ന റോയല്ല -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. സോ നമുക്കിങ്ങനെ എഴുതാം. അടുത്ത ഓപ്പറേഷൻസ് R2 ചേഞ്ചസ് ടു -1/5 ടൈംസ് R2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 2. സെക്കൻഡ് റോയ്ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. 0 0യെ -1/5 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 തന്നെ കിട്ടുന്നത്. -5നെ -1/5 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 ആയി പോകും. ദിസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ്. അതുകൊണ്ട് ഈ മെട്രിക്സിലും ആ ചേഞ്ച് നടത്തണം. ഇതാണ് 1 0. ഈ എൻട്രി ഏതുകൊണ്ട് ഗുണിക്കണം? -1/5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് പോസിറ്റീവ് 2/5 ആകും. അതുപോലെ ഇതിനെ -1/5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? -1/5 ആയി. ഇൻറ്റു A. ഐഡന്റിറ്റി മെട്രിക്സ് ആയില്ല. ഈ എൻട്രി എന്താണ്? 0 ആണ്. ഈ എൻട്രി എലമെന്റിന് 0 ആക്കും. ഈ എലമെന്റ് എങ്ങനെ നമുക്ക് ഇനി 0 ആക്കുന്നത്? ഈ എലമെന്റിൻ്റെ കൂടി ഈ എലമെന്റിന്റെ 2 ഇരട്ടി കുറച്ചാണ്. അപ്പോൾ ഈ എലമെന്റ് 2 ഇരട്ടി എന്ന് പറയുമ്പോൾ R1നെ നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലേ? എങ്ങനെയാണ്? 2 ടൈംസ് R2. അതാണ് അടുത്ത ഓപ്പറേഷൻ. എന്താണ്? R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 R2. ഇതെന്തായി മാറും? ദിസ് ഈസ് മെട്രിക്സ്. ശ്രദ്ധിച്ചേ, 1 changes to 1 minus 2 times R2. 1 minus 1 changes to 1 minus 2 into 0. That is 1. So 1 changes. That's 1. And 2 changes to 2 times R2. R2 ile corresponding element 1 ആണ്. So 2 minus 2. So this is 0. ഇത് 0 ആക്കാനുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ അവിടെ എഴുതിയത്. ആ ഓപ്പറേഷനിൽ അത് 0 ആയി മാറും. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സെക്കൻഡ് റോ ഫിൽ ചെയ്യും. ഈക്വൽ ടു ഇതേ ചേഞ്ച് തന്നെ ഈ മെട്രിക്സിലും വരുത്താം. എന്താണ്? R1 ചേഞ്ചസ് ടു, അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ, R1 ആയ 1 ചേഞ്ചസ് ടു 2 ടൈംസ് R2. 2/5. So 1 minus 4/5. 1 minus 4/5. 5 minus 4/5. That is 1/5. So this element changes to 1/5. ക്ലിയർ ആയല്ലോ? അതേപോലെ 0 എന്ന് പറയുന്ന എലമെന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യും? 0 മൈനസ് 2 ടൈംസ് R2. That is -1/5. So that is 2/5. It is 2/5. അതേപോലെ സെക്കൻഡ് റോയ്ക്കൊന്നും ചേഞ്ച് പറഞ്ഞിട്ടില്ല. 2/5 and -1/5 into A. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡിൽ എന്തായി മാറി? ഐഡന്റിറ്റി മെട്രിക്സ് ആയി മാറി. അവിടെ വരെയാണ് റോ ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പാടും. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം എന്താണ്? A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ B ആണ്. B ഏതാണ്? 1/5, 2/5,
2/5 -1/5. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. ശരിയായല്ലോ ചെയ്തത്? അപ്പോൾ എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്താണ് ചെയ്തത്. നമുക്ക് ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇതേ പ്രോബ്ലം തന്നെ കോളം ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് അന്നേരം ആൻസർ ഇത് തന്നെ കിട്ടും. ശ്രദ്ധിച്ചേ, ബൈ എലിമെൻ്ററി കോളം ഓപ്പറേഷൻസ്. നമ്മൾ അങ്ങനെ എഴുതേണ്ടത് വി റൈറ്റ് A equal to AI. That means matrix 1 2 2 minus 1 is equal to A into matrix 1 0 0. ഇനി നമ്മൾ കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നു. ഈ മെട്രിക്സിനെ എന്താക്കണം? ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോളം ഓപ്പറേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യണം. കോളങ്ങൾ മാത്രമേ ഇന്റർചേഞ്ച് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ആകാൻ ഈ എൻട്രി എന്താവണം? 1 ആവണം. അത് ഓൾറെഡി 1 ആണ്. അപ്പോൾ ഇനി എന്താ അടുത്ത നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ കിടക്കുന്ന ഈ എൻട്രിയാണ് 0 ആക്കുന്നത്. റോ വഴി ചെയ്തപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഈ എൻട്രിയാണ് 0 ആക്കാൻ ചെയ്തത്. ഇപ്പോൾ കോളം ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഈ എൻട്രി 0 ആക്കണം. എങ്ങനെയാണ് ഈ എൻട്രി 0 ആക്കുന്നത്? കോളങ്ങളിലാണ് നമുക്ക് 0 ആക്കാൻ പറ്റും. കോളങ്ങൾ വഴി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എൻട്രി എങ്ങനെ 0 ആക്കാം? ശ്രദ്ധിച്ച്, ഞാൻ ശ്രദ്ധിച്ച്, ഇത് രണ്ടാമത്തെ കോളമാണ് അല്ലേ? C2 changes to C2 minus 2 times C1. നിങ്ങൾ മുമ്പേ എഴുതിയത് ഇപ്പോൾ എഴുതിയപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം C2 ചേഞ്ച് ചെയ്യേണ്ടത് യൂണിറ്റായ അല്ലെങ്കിൽ 1 ആയ എലമെൻറ്റുമായിട്ട് ബേസ് ചെയ്തായിരിക്കണം. 2 times C1. അപ്പോൾ നമ്മളിപ്പോൾ കോളങ്ങൾ വഴി നിങ്ങളിത് ഫില്ല് ചെയ്താൽ മതി. കാരണം കോളം വഴിയാണ് നമ്മൾ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് കോളങ്ങൾ വഴി ഇത് ഫില്ല് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഇല്ല, 1. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഉണ്ട്. 2 changes to എന്താണ്? 2 changes to 2 minus 2 into 1, that is 0. അതേപോലെ തന്നെ -1 changes to -1 minus 2 times C1, that is 2. -1 minus 4, that is -5, equal to A. അതുപോലെ എഴുതി. അപ്പോൾ ഈ മെട്രിക്സിലും ഈ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യണം. കോളം ഫസ്റ്റിന് വ്യത്യാസമില്ല. സെക്കൻഡ് കോളം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? 0 minus 2 times 0, 2 times 1, that is 0 minus 2 into 1, that is -2. 1 changes to 1 minus 2 times 0, that is 1 itself. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എൻട്രി 1 ആക്കണം. ഈ എൻട്രി എങ്ങനെ 1 ആക്കാം? ഈ എലമെന്റ് 1 ആക്കണം അല്ലേ? ഡയഗണൽ എലമെന്റ് 1 ആക്കിയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് റോയിലോ കോളത്തിലോ ഒക്കെ 0 ആക്കണം. അപ്പോൾ ഈ എൻട്രി 1 ആക്കണം. 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? കോളങ്ങൾ വഴിയാണ് നമ്മളിപ്പോൾ ഓപ്പറേഷൻ നടത്താവുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യണം? C2 changes -1/5 C2. അപ്പോൾ ഈ മെട്രിക്സ് ഇങ്ങനെയായി മാറും. 1 2 0 0 ആയി -1/5 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ. -5നെ 1/5 കൊണ്ട് ഗുണിച്ചാൽ 1, ഈക്വൽ ടു A ഇൻറ്റു മെട്രിക്സ്. ഇവിടെയും സെക്കൻഡ് കോളത്തിൽ മാത്രം ചേഞ്ച് ഉള്ളൂ. എന്താണ്? C2 changes to -1/5 C2. ഇതിനെ -1/5 കൊണ്ട് ഗുണിച്ചാൽ പോസിറ്റീവ് 2/5, 1നെ ഗുണിച്ചാൽ -1/5. ക്ലിയർ ആയാലും? ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയോ? ആയില്ല. ഐഡന്റിറ്റി മെട്രിക്സ് ആകുന്നിടം വരെ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ ഇനി ഒരു കാര്യം ചെയ്താൽ മതി. ഈ എൻട്രി എന്താകണം? 0 ആക്കണം. ഈ എൻട്രി എങ്ങനെ 0 ആക്കാം? ഈ എൻട്രി ആയിട്ട് ബേസ് ചെയ്താണ് പറയേണ്ടത്. അപ്പോൾ ചേഞ്ചസ് ടു, അപ്പോൾ എങ്ങനെയാണ്? C1 changes to C1 minus 2 C2, C1 minus 2 C2. അപ്പോൾ ഫസ്റ്റ് കോളം ചേഞ്ച് ആവുകയാണ്. 1 changes to 1 minus 2 times 0, so 1. 2 changes to 2 minus 2 times 1, that is 2 minus 2, that is 0. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഇല്ല, ഈക്വൽ ടു A ഇൻറ്റു മെട്രിക്സ്. ഇവിടെ ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് ഉണ്ട്. എങ്ങനെ? C1 changes to C1 minus 2 times, so this becomes 1 minus 2 times 2/5, that is 4/5. So 1 minus 4/5 is 1/5. Then 0 changes to 0 minus 2 times, 0 minus 2 times -1/5, that is 2/5. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് പറഞ്ഞിട്ടില്ല, -1/5.
സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. സോ A inverse is nothing. A inverse is the matrix B is, that is 1/5, 2/5, 2/5, minus 1/2. അല്ലേ, നമ്മൾ റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിച്ചപ്പോഴും ഇത് തന്നെ കിട്ടിയത്, ഫോളോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോഴും അത് തന്നെ കിട്ടി. അടുത്ത ദിവസം ശ്രദ്ധിക്കുക. ബൈ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ 3/3 matrix. അല്ലേ, ഇങ്ങനെ ആൻസർ ചെയ്യാം. ലെറ്റ് എ ഇക്വൽ മെട്രിക്സ് ഐ എ, എന്നിട്ട് റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് A is the given matrix 2 0 minus 1 5 1 0 0 1 3 equal to identity matrix of order 3 1 0 0 0 1 0 0 0 1 into A. റോ ഓപ്പറേഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ എലമെന്റ് 1 ആക്കുക അല്ലേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് ഡയഗണൽ വൈസ് ആണ് നമ്മൾ നോക്കണം. ഈ എലമെന്റ് 1 ആക്കിയതിന് ശേഷം ആ റോയിലെ താഴോട്ട് കിടക്കുന്ന 2 എലമെന്റ് 0 ആക്കണം. അപ്പോൾ ഈ എലമെന്റ് 1 ആക്കുന്നത് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ ആണ്. പിന്നെ ഈ എലമെന്റും ഈ എലമെന്റും 0 ആക്കുന്നത് മറ്റൊരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാം. റോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, കാരണം നമ്മൾ A ക്ക് I എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ എലമെന്റ് 1 ആക്കണം. ഈ എലമെന്റ് 1 ആക്കാൻ നിങ്ങൾക്ക് ഈ റോയെ മൊത്തം 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആകും അല്ലേ. അല്ലെങ്കിൽ ഈ എലമെന്റ് 1 ആക്കാൻ ഈ എലമെന്റിന്റെ 3 ഇരട്ടിയോട് കൂടി ഈ എലമെന്റ് കുറച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ ഈ എലമെന്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫ്രാക്ഷൻസ് ആകും. ഇത് 1 ആകും, ഇത് 0 ആകും, ഇത് -1/2 ആകും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ -1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആകും. അങ്ങനെ ചെയ്താലും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻസ് ഒഴിവാക്കി ചെയ്യുന്നതാണ് നല്ലത്. അനുസരിച്ച് R1 ചേഞ്ചസ് ടു 3R1 മൈനസ് R2. അതായത് ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും, 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും. 6 - 5 1 ആയി പോകും. പിന്നെ അവിടെ ഫ്രാക്ഷൻ ഉണ്ടാകത്തില്ല. ഫസ്റ്റ് റോയ്ക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് എഴുതുകയാണ്. 1 3 times 0 is 0, 0 minus 1, that is -1. 3 times -1 is -3, -3 minus 0 is -3 itself. Then second row ki change illa, third row ki change illa. C equal to ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഉണ്ട്. ഇങ്ങനെയാണ് ഫസ്റ്റ് റോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 3 times minus second, അപ്പോൾ 3 times, so 3 minus 0. Here 0, 3 times 0 is 0, 0 minus 1 is -1. Here 0 minus 0, that is 0. It's A. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 2 എലമെന്റ് 0 ആക്കണം. ഇത് ഓൾറെഡി 0 ആണ്. അപ്പോൾ ഇനി ഈ എലമെന്റ് 0 ആക്കിയാൽ ഈ എലമെന്റ് എങ്ങനെ 0 ആക്കാം? ഇപ്പോൾ 1 ആക്കിയ ഈ എലമെന്റിനെ ബേസ് ചെയ്താണ് ഇത് 0 ആക്കാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? നോക്കി, R2 ചേഞ്ചസ് R2 minus 5 ആകും. ഈ എലമെന്റ് 0 ആക്കണം. ഇത് ഓൾറെഡി 0 ആയി. ഇത് 0 അല്ലെങ്കിൽ ആ സെറ്റ് കൂടി ഇവിടെ എഴുതാം. സോ ചേഞ്ച് എഴുതുകയാണ്. R1 ചേഞ്ച് ഇല്ല. 1 minus 1 minus 3. R2 ചേഞ്ച് ഉണ്ട്. എന്താണ്? 5 minus 5 times 1, so 0. 1 minus 5 times -1, so 1 minus 5 times -1, so 1 plus 5, that is 6. അതേപോലെ 0 minus 5 times -3, that is 50. Then third row ക്ക് ചേഞ്ച് ചെയ്യാം. സീക്വന്റ് മാട്രിക്സ് ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, സെക്കൻഡ് റോയ്ക്കാണ് ചേഞ്ച്. ചേഞ്ച് എങ്ങനെയാണ്? 0 minus 5 times, so -50. 1 minus 5 times, so 1 minus -5, that is 6. Then 0 minus 5 times 0 is 0. Third row ക്ക് ചേഞ്ച്. ക്ലിയർ ആയത്? അപ്പോൾ ഫസ്റ്റ് എൻട്രി, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആക്കി, അതിന് താഴെയുള്ള റോയിലെ എലമെന്റുകൾ 0 ആക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഈ എലമെന്റിനെ പറ്റി. ഈ എലമെന്റ് ഇനി അടുത്ത സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഈ എലമെന്റ് 1 ആണ് അല്ലേ. ഈ എലമെന്റ് 1 ആകാൻ നമുക്ക് വേണമെങ്കിൽ ഈ റോയെ മൊത്തം 6 കൊണ്ട് ഇൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ എലമെന്റിനോട് കൂടി ഈ റോയുടെ 5 ടൈംസ് സബ്ട്രാക്ട് ചെയ്താൽ ഇതെന്താവും, 1 ആകും. പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. എന്താണ് നമ്മൾ പറയുന്ന ഓപ്പറേഷൻസ്? R2 ചേഞ്ചസ് R2 മൈനസ് 5R3. നമ്മൾ ഫ്രാക്ഷൻസ് ഒഴിവാക്കി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതാണ്. അല്ലെങ്കിൽ 6 കൊണ്ട് ഇൻഡ് ചെയ്തെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയി. അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? R2 ചേഞ്ചസ് ടു R2 മൈനസ് 5 ടൈംസ് R3 മാട്രിക്സ്. One minus 1 3, 1 minus 1 minus 3, 0 minus 5 times 0, that is 0. 6 minus 5 times 1, that is 1. 5 minus 15 minus 5 times 3, so 15 minus 15, this becomes 0. Third row ke change varilla, equal to matrix. So here A. So first row ke change illa, second row ke change unda alle. 15 minus 5 times 0, so minus 15. 6 minus 5 times 0, that is 6 itself. 0 minus 5 times 1, so minus 1 into A. Clear ആയി? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ എലമെന്റ് 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ 1 ആക്കിയ ആ റോയുമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. -1 ഈ 1ഉമായിട്ട് ആഡ് ചെയ്താൽ 0 ആകും. ഇത് 0 ആക്കാം. ഈ 1ൽ നിന്ന് ഈ 1 കുറച്ചാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് എൻട്രീസ് 0 ആകുന്നത് ഈ 1നെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. R1 ചേഞ്ചസ് R1 പ്ലസ് R2 അല്ലേ. R3 ചേഞ്ചസ് R3 മൈനസ് R2. So this is equal to matrix. So first row ke change undu. First row second row add cheyyanam. So 1 plus 0 is 1 itself. Minus 1 plus 1 is 0. Minus 3 plus 0 is minus 3. Second row ke change illa. Third row ke change undu. Third row ile elementugale second row element odu subtract cheyidu parayanam. 0 minus 0 is 0. 1 minus 1 is 0. 3 minus 0 is 0. This is equal to matrix. Here also first row change out. First row second row add cheyyana parayirikku. 3 plus minus 15 is minus 12. Minus 1 plus 6 is minus 5 is 5. 0 plus minus 1 is minus 5. Second row ke change illa. Minus 15 6 minus 5. Third row ke change undu. Third row il ninnu second row korakkanam. 0 minus minus 15, it is 15. 0 minus 6 is minus 6. 1 minus minus 5, so 6 into A. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എൻട്രി 1 ആക്കുക എന്നുള്ളതാണ്. ഈ എൻട്രി 1 ആക്കാൻ എന്ത് ചെയ്യണം? ഇപ്പം റോയെ എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഫ്രാക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതാം. R3 ചേഞ്ചസ് R3 1/3 R3. This is equal to matrix 1 0 minus 3 0 1 0 0 0 1 equal to matrix minus 12 5 minus 5 minus 15 6 minus 5 1/3 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 5 minus 2 2 into A. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എൻട്രീസ് 0 ആയാലാണ് ഇനി ഐഡന്റിറ്റി മാട്രിക്സ് ആയി മാറും. ആ എൻട്രി 0 ആക്കുന്നത് ഇപ്പോൾ നമ്മൾ 1 ആക്കിയ റോയുമായിട്ട് റെസ്പെക്ട് ചെയ്താണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ എൻട്രി എങ്ങനെ നമുക്ക് 0 ആക്കാം? യെസ്, R1 ചേഞ്ചസ് R1 പ്ലസ് 3 ടൈംസ് R2.
സോ ദിസ് ഈസ് ഗിവൻ മാട്രിക്സ്. ഫസ്റ്റ് റോയ്ക്ക് മാത്രമേ ഉള്ളൂ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത്. 1 changes to 1 plus 3 times not R2 R3. 1 changes to 1 plus 3 times 0. So 1, 0 changes to 0, minus 3 changes to minus 3 plus 3 is 0, 0 1 0, 0 0 1. Equal matrix. R1 changes to minus 12 changes to minus 12 plus 3 times. So minus 12 plus 15, that is 3. So 5 changes to 5 plus 3 times minus 2. 5 minus 6, that is minus 1. Then minus 5 changes to minus 5 plus 3 times 6, minus 5 plus 6, that is 1. Second row ki change illa. Minus 15, 6 minus 5. Third row 5 minus 2, 2 into 8. So the left side landai identity matrix. So A inverse is nothing. Matrix 3 minus 1 1, minus 15 6 minus 5 5 minus 2 2. So A inverse is matrix 3 minus 1 1, minus 15 6 minus 5 5 minus 2 2. Clear?